എനിക്ക് ഭോഗിക്കുന്നത് വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ കുട്ടിയോ പിടിച്ച് ഞാൻ ഭോഗിക്കുമ്പോൾ നിങ്ങൾക്കത് വേദനയും. നമ്മൾ പറയണ മതം അക്ഷരം ഒന്ന് മാറ്റിയിട്ട സാധനമായി. അത് തൊട്ടാൽ നാറും. നമുക്കൊന്നും മതത്തെപ്പറ്റി പറയാൻ അറിയില്ല. എല്ലാവരും കാണുന്ന ഒരേ ഒരു ദൈവം ഉണ്ടാവും. രണ്ടാമതൊരു ദൈവം അവിടെ അള്ളാഹു ഉണ്ടാവില്ല, അവിടെ യേശുക്രിസ്തു ഉണ്ടാവില്ല, അവിടെ ശ്രീകൃഷ്ണൻ ഉണ്ടാവില്ല, അവിടെ വേറെ ഒന്നും കാണില്ല. ബ്രഹ്മത്തിൻ്റെ തലമാണ്. നമുക്കതൊന്ന് അനുഭവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു തലത്തിലെത്തി നമുക്ക് ഇതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവും. അതിനെ കൊല്ലാൻ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ നമ്മളെക്കാൾ അറിവ് അതിനുണ്ട്, അല്ലെങ്കിൽ തലേ ദിവസമേ അതിനറിയാം അതിനെ കൊല്ലാൻ പോവാം. ഇത്രയും സ്നേഹത്തോടെ എനിക്ക് വെള്ളമൊക്കെ തരികയാണ്, എന്നെ സ്നേഹിക്കാൻ. കൂട്ടും വഞ്ചനയല്ലേ ചെയ്യണത്? ഈ വഞ്ചകന് ഭൂമിയിൽ എന്ത് ശിക്ഷയായിരിക്കും കിട്ടുന്നത് നിങ്ങൾ പറ. ഏറ്റവും കൂടുതൽ മത്സ്യമാംസം കഴിക്കുന്നത് മുസ്ലിംസ് ആണല്ലോ. അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞേക്കുന്ന ബലി എന്താണ്? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിന് നീ എന്ന് ത്യാഗം ചെയ്യുന്നുവോ അന്ന് നീ എൻ്റെ ഖബറിടങ്ങളിൽ എത്തുന്ന പറഞ്ഞേക്കണം. ഇന്ന് ഇവിടെ നിന്ന് നോമ്പൊന്നും നടക്കണല്ലോ. നിങ്ങൾ ഒരു 4 മണി കഴിയുമ്പോൾ ഇതിലങ്ങോട്ട് യാത്ര ചെയ്തോ. ഭക്ഷ്യമേള തീറ്റ മത്സരമാണ് നടക്കുന്നത്. പിന്നെ രാത്രി ഇരുന്ന് ഇങ്ങനെ തീറ്റയോട് തീറ്റ, എന്നിട്ട് പകൽ മുഴുവൻ കിടന്നുറങ്ങും. എലൻ മസ്ക് കാശുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ സ്പേസ് എക്സ് ഉണ്ടാക്കി ചന്ദ്രനിൽ ആളെ വിട്ട് കൊണ്ടുവന്നത്. 5 പൈസ ഇല്ലാത്ത പാവപ്പെട്ട ആൾക്കാരും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ചന്ദ്രനിൽ പോയിട്ടുണ്ട്. ഇവർ കാണിക്കുന്നേക്കാൾ ഭംഗിയായിട്ട് അവർ പോയി നല്ല നടന്ന് അതിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ട് അനുഭവിച്ചാൽ തിരിച്ചു വരണം. ഗുരുജി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മതം, ഒരു ജാതി, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാം ഒന്നാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ എന്താണ് നമ്മുടെ പുതിയ കാലത്തെ ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു നവോത്ഥാന നായകനായിരുന്നു, അദ്ദേഹം ഒരു ജാതിക്കെതിരെ മതത്തിനെതിരെയൊക്കെ പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഈ പറയുന്ന കേവലം ശ്രീനാരായണ ഗുരുദേവനെ ജാതിക്കെതിരായുള്ള പോരാളിയാക്കി നമ്മുടെ എന്താണ് സമൂഹത്തിലെ ഈ പറയുന്ന നവോത്ഥാനം എന്ന് പറയുന്നതിൻ്റെ വക്താവൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, അദ്ദേഹം അതായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ സ്പിരിച്വൽ ആസ്പെക്റ്റ് ഉണ്ടല്ലോ, അതായത് ആത്മീയ തലം, അതിനെ ഇവരാരും തൊടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അതിലൂടെ അല്ലേ അദ്ദേഹം ഇതെല്ലാം പറയാൻ ശ്രമിച്ചത്. നമ്മൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 29 വയസ്സ്. ഇത്രയും കാലമായിട്ട് സിനിമ കണ്ടിട്ട് ഈ കത്തിക്കുത്തും ഇടിയും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഈ കൂടുതൽ കത്തിക്കുത്തും ഇടിയുടെ ആവശ്യമുണ്ടോ? ഒരു തോക്ക് മേടിച്ചിട്ട് ലോഡ് ചെയ്ത് ടപ്പേ പരിപാടി തീർന്നില്ലേ? ഇംഗ്ലീഷ് പടങ്ങളിൽ എത്ര കാലമായിട്ടത് കാണും ഇല്ലേ? അവർ സംസാരങ്ങളല്ല കൂടുതലുള്ളത്, ആക്ഷനാണ്. നമ്മൾ ആക്ഷനിലേക്ക് എത്തിയിട്ടില്ല. ആത്മീയതയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തലങ്ങളുണ്ട്. ഒരു ആത്മീയത ഉള്ള ഇതിൻ്റെ ദർശനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗുരു പറഞ്ഞ്, അതായത് ദർശനം എന്ന് പറയുന്നതിൻ്റെ 3ാമത്തെ ഭാഗമാണ്. ഏതൊരു വസ്തുവിനുണ്ട് 3 അവസ്ഥ: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഒരു മതം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് സത്യദർശനത്തിൻ്റെ ഭാഗമാണ്. ഗുരുക്കന്മാരുടെ സാധനമാണ് ഈ മതം എന്ന് പറയുന്നത്. നമുക്ക് പറയാൻ പറ്റിയതല്ല. നമ്മൾ പറയണ മതം അക്ഷരം ഒന്ന് മാറ്റിയിട്ട സാധനമായി. അത് തൊട്ടാൽ നാറും. നമുക്കൊന്നും മതത്തെപ്പറ്റി പറയാൻ അറിയില്ല. കാരണം നമുക്ക് ബ്രഹ്മം എന്താണെന്ന് അറിയില്ല, മതം എന്താണെന്ന് അറിയില്ല. അപ്പോൾ സത്യദർശനത്തിലൂടെ തെളിഞ്ഞു വരുന്നതാണ് മതം എന്താണെന്നുള്ളത്. ഒരു ജാതി എന്ന് പറയുന്നത് മനുഷ്യജാതിയല്ല. കാക്കകളെല്ലാം ഒരു ജാതിയാണ്, മൈനകളെല്ലാം മറ്റൊരു ജാതിയാണ്, പക്ഷികളെല്ലാം അത് മറ്റൊരു ജാതിയാണ്, മൃഗമെന്ന് പറയുന്നത് വേറൊരു ജാതിയാണ്. അപ്പോൾ ഒരു ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ജാതിയേ ഉള്ളൂ, രണ്ടാമതൊരു ജാതി ഇല്ല. വീട്ടിൽ കാണുന്ന ജാതിയല്ല. ഈ പറയുന്നത് പോലും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബുദ്ധിക്ക് വ്യാപ്തി ഉണ്ടാവണം, ബ്രോഡ് മൈൻഡ് വേണം. നാരോ മൈൻഡ് ആയവന് ഇത് ചുമ്മാ കേൾക്കണതല്ല, അതൊന്നും മനസ്സിലാവില്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ കൂടെ ജാതി എന്താണെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ബുദ്ധി ഉപയോഗിച്ചല്ല പറയണം, എൻ്റെ മനസ്സിൽ നിന്ന് എന്താണോ എന്നെ നിങ്ങൾ ചോദിച്ചത് പറയാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഉള്ളിൽ നിന്ന് പോരുക. പക്ഷെ കേവലം അതിനെ കാസ്റ്റാക്കി മാത്രം മാറ്റുകയും ഗുരുദേവൻ ഏതോ ഒരു കാസ്റ്റിന്റെ വക്താവാണ് എന്നുള്ള നിലയിലൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ എന്തായാലും അങ്ങേക്കൊക്കെ ഒരു ദുഃഖം ഉണ്ടാവില്ലേ? എനിക്ക് ഒരു ദുഃഖമില്ല, ഞാൻ വളരെ ഹാപ്പി. ഈ കാലഘട്ടത്തിൽ ഇതാണ് വേണ്ടത്. ഇത് നമുക്ക് മാറ്റാൻ പറ്റുമോ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടില്ലേ? ഈ ലോകത്ത് മനുഷ്യൻ മാത്രമുള്ളോ? ആണോ? അല്ല. അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ ആടിനെയും പോത്തിനെയും കോഴീനെയും ഒന്നും സ്നേഹിക്കാത്ത?
അതെ. അപ്പൊ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയണേ അതേ നാവ് കൊണ്ട് തന്നെ അപ്പൊ തന്നെ പറയും പോത്തർച്ചി എന്നാ മതി കേട്ടോ എന്ന് പറയും ഇല്ലേ. ഇപ്പൊ ലോകാസമസ്ത സുഖിനോ എല്ലാ ജീവജാലങ്ങൾ സമസ്ത ജീവജാലങ്ങൾക്കും സുഖമായി ജീവിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ലോകാസമസ്ത ആണെങ്കിലും ജീവിതത്തിൽ വരുമ്പോൾ മനുഷ്യ സമസ്ത സുഖിനോ ഭവന്തു എന്നായിട്ട് മാറണം. അത് നമ്മളുടെ ബുദ്ധിയുടെ വ്യാപ്തി കുറഞ്ഞിട്ടാണ്. ഇത് തന്നെയാണ് ഒരു ജാതിയിലും പറ്റിയേക്കുന്നത്. അവിടെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ചോദ്യം ചോദിച്ചത് തീരില്ല. അപ്പോൾ ഒരു ജാതി എന്താന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ തീരില്ല. ഒരു മതം എന്താണെന്ന് ചോദിച്ചാൽ സത്യദർശിയായ ഗുരുക്കന്മാരുടെ ദർശനമാണ് മതം. അപ്പം അതിന് ദർശനം എന്നൊരു വാക്കോടെ ഉണ്ടല്ലേ. അപ്പം മതം എന്ന് പറയുന്ന വാക്കിനകത്ത് തന്നെ ദർശനത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പം ചരിത്രം അറിയാതിരിക്കണം, ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൃത്യമാണെന്നുണ്ടെങ്കിൽ അതിനൊരു ദർശനം ഉണ്ടായിരിക്കണം. ദർശനം ഇല്ലാന്നുണ്ടെങ്കിൽ അത് മതമല്ല. ദർശനമുള്ളതിന് മതമാണെന്നാണ് ഗുരു അവിടെ പറഞ്ഞു വെച്ചാൽ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ആ ദർശനത്തിൽ എല്ലാവരും കാണുന്ന ഒരേ ഒരു ദൈവം ഉണ്ടാവുള്ളൂ. രണ്ടാമതൊരു ദൈവം അവിടെ അള്ളാഹു ഉണ്ടാവില്ല, അവിടെ യേശുക്രിസ്തു ഉണ്ടാവില്ല, അവിടെ ശ്രീകൃഷ്ണൻ ഉണ്ടാവില്ല, അവിടെ വേറെ ഒന്നും കാണില്ല. അവിടെ ഒരൊറ്റ ദൈവം ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഏതാ ദൈവം എന്നുള്ളത്. ഞാനൊരു മഞ്ഞ കണ്ണാടി കൂടെ നോക്കിയത് മഞ്ഞയാണ്, ഞാൻ പച്ച കണ്ണാടി കൂടെ നോക്കിയത് പച്ചയാണ്, ഒരു വെളുത്ത കണ്ണാടി കൂടെ നോക്കിയത് വെളുത്തതാണ്. എന്നിട്ട് പറയാണ് വെളുപ്പ് മാത്രമേ സത്യമുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അറിവില്ലായ്മയല്ലേ. അപ്പം ഈ കാണുന്ന ഒന്നും കണ്ടിട്ട് നമുക്ക് വിഷമം തോന്നണില്ല. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് എൻ്റെ ആശ്രമത്തിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ വന്നു. കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ട്. അവൻ്റെ പഴയകാല സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് കറങ്ങാൻ പോയി. അവൻ കള്ളു കുടിച്ചു, കഞ്ചാവും വലിച്ചു, MDMA അടിച്ചു. ഇപ്പം അവന് മനസ്സമാധാനം നഷ്ടപ്പെട്ടു, മരിച്ചാൽ മതിയെന്ന് തോന്നുന്നു. കുടുംബജീവിതം മടുത്തു. 2 പ്രാവശ്യം MDMA ഉപയോഗിച്ചോളൂ. അത് ഔഷധമാവട്ടെ എന്തോ ആവട്ടെ. എൻ്റെ ഉള്ളിൽ ചിരിയാവുന്നത്. ഞാൻ ചോദിച്ചു, നിന്നെ മരത്തേക്കെടുത്ത് കുപ്പിപ്പാലിൽ ഒഴിച്ച് തന്നൊന്നും അല്ലല്ലോ, നീ സ്വയം എടുത്ത് കഴിച്ചതല്ലേ, നീ അനുഭവിച്ചു. ഞാൻ ആശ്രമത്തിൽ താമസിപ്പിച്ചില്ല, നീ പോയി നിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ പോയി താമസിച്ച് നിൻ്റെ മാതാപിതാക്കളെയും നിൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ ചേർത്തുകൊണ്ട് വന്നാൽ നിനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നണ്ട അവനെ രക്ഷിക്കണ്ടേന്നില്ലേ? ഇല്ലേ? അല്ല, എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. അപ്പോൾ കുഴപ്പമില്ല, എനിക്ക് തോന്നിയില്ല. കാരണം അത് അവൻ്റെ കർമ്മഫലമാണ്. അവന് വേണമെന്നുണ്ടെങ്കിൽ 10 ദിവസം മുമ്പ് എൻ്റെ ക്ലാസ് കേൾക്കാനും ഞാൻ പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനും ഭാഗ്യമുണ്ടായെങ്കിൽ അവനെ MDMAയും കഞ്ചാവും ഇതൊന്നും ഉപയോഗിക്കാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാമായിരുന്നു. അതെ. അപ്പം അത് അവൻ്റെ കർമ്മഫലമാണ് അനുഭവിക്കുക എന്നുള്ളത്. ഈ ലോകത്ത് കാണുന്ന എല്ലാ കാര്യവും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളുടെ വിഷമം മറ്റു പലതുമാണ്. തീർച്ചയായിട്ടും. ഗുരുജി, ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ് സനാതനം പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന സനാതനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പല ആചാരങ്ങളും പല ആചാര രീതികളും ഉണ്ട്. ഇപ്പോൾ കൗളമുണ്ട്, ശാക്തയമുണ്ട്, അങ്ങനെ ഇപ്പം എന്താണ് വൈദികം, വാമാചാരം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ രീതികളിലൊക്കെ പോകുന്ന സമയത്ത് ഈ ബലി കൊടുക്കുക, ഈ കോഴിയെ ബലി കൊടുക്കുക, മൃഗങ്ങളെ ബലി കൊടുക്കുക, അങ്ങനെ ബലി കൊടുക്കാതെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ദേവതാ സങ്കല്പങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അതും ഈ പറയുന്ന എന്താണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു, എല്ലാ മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ, എല്ലാത്തിലും ഉള്ളത് ഒരേ ചൈതന്യമാണ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് യോജിച്ചു പോകുന്നത് എന്നൊരു സംശയം പലരും ഉന്നയിക്കാറുണ്ട്. അതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? വളരെ ചുരുക്കത്തിൽ അതിൻ്റെ ആൻസർ പറയാം. ഞാൻ വലിയ വിപുലമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കണില്ല. നമ്മൾക്ക് ഇത്തരം രീതികൾ നമ്മളിലേക്ക് എത്തിപ്പെട്ടത് എപ്പോഴും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, നമ്മൾ സംസാരിക്കും, നമ്മൾ അറിഞ്ഞിരിക്കുന്ന അറിവിൻ്റെ തലത്തിലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? അതെ. ഈ പ്രപഞ്ചത്തിൽ 14 ഡയമെൻഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് ആകെ അറിയാവുന്ന ഈ 3rd ഡയമെൻഷനാണ്. അപ്പോൾ ഈ ഡയമെൻഷൻ്റെ നമ്മുടെ ലിമിറ്റേഷനിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ലിമിറ്റേഷൻ ക്രോസ് ചെയ്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കും, വീണ്ടും ഞാൻ നിങ്ങളുടെ ലിമിറ്റേഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഇതൊരു ചെറിയ വൈകല്യമല്ല. അപ്പോൾ ലിമിറ്റേഷൻസ് ക്രോസ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ ഈ ലിമിറ്റഡ് സ്പേസിൽ നിന്ന് അൺലിമിറ്റഡ് സ്പേസിലേക്ക് മൂവ് ചെയ്യുക, അതൊരു ബ്രഹ്മത്തിൻ്റെ തലമാണ്. നമുക്കതൊന്ന് അനുഭവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു തലത്തിലെത്തി നമുക്ക് ഇതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളൊന്ന് ആലോചിക്കുക, എനിക്ക് ഭോഗിക്കുന്നത് വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ കുട്ടിയോ പിടിച്ച് ഞാൻ ഭോഗിക്കുമ്പോൾ നിങ്ങൾക്കത് വേദനയും. നിങ്ങൾക്കും ഭോഗിക്കുന്ന ഇഷ്ടമാണ്. പക്ഷേ അത് എൻ്റെ കുടുംബാംഗത്തിൽ ഒരാളാവുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ്, അല്ലേ? ഇത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ആ ജീവിയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? സിമ്പിളാണ്. ആ ജീവിയുടെ കാര്യത്തിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല. അതൊരു ജീവിയായിട്ട് പോലും നമ്മൾ കൺസിഡർ ചെയ്യണില്ല.
അതിനൊരു ജീവനുണ്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവർക്കുമുണ്ട് അമ്മയും പെങ്ങളും സഹോദരനും സഹോദരിയും ജീവിതവും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു പോത്തിനെ അങ്ങ് അഴിച്ചു വിടുക, എന്നിട്ട് പോത്തിനോട് ചോദിക്കാൻ ഞാൻ നിന്നെ കൊന്നോട്ടെ എന്ന്. സാധ്യമാവില്ല. അതിനെ കൊല്ലാൻ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ നമ്മളെക്കാൾ അറിവ് അതിനുണ്ട്, അല്ലെങ്കിൽ തലേ ദിവസമേ അതിനറിയാം അതിനെ കൊല്ലാൻ പോവാന്ന്. പക്ഷെ അത് എന്ത് ധരിക്കുന്നറിയോ? എൻ്റെ മുതലാളി എന്നെ കൊല്ലില്ലായിരിക്കും, ഇത്രയും സ്നേഹത്തോടെ എനിക്ക് വെള്ളമൊക്കെ തരികയാണ്, എന്നെ സ്നേഹിക്കാൻ. കൂട്ടും വഞ്ചനയല്ലേ ചെയ്യണത്? ഈ വഞ്ചകന് ഭൂമിയിൽ എന്ത് ശിക്ഷയായിരിക്കും കിട്ടുന്നത്? നിങ്ങൾ പറ. നമ്മൾ സ്നേഹത്തോടെ അഭിനയിച്ച് കാണിക്കുകയാണ് അതിന്. ഞാൻ നിന്നെ കൊല്ലാൻ പോവാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അവന്റെ പെരുമാറ്റം കാണുമ്പോൾ അത് വിചാരിക്കും നമ്മളെ കൊല്ലില്ല എന്ന് തന്നെ. അത്ര സ്നേഹത്തോടു കൂടി ഇൻജസ്റ്റിസ് ആയിട്ട് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലാൻ പോകുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് കൊല്ലുകയാണ്. നിങ്ങളെ എങ്ങനെ കൊല്ലാൻ വന്നാൽ നിങ്ങൾ നിന്ന് കൊടുക്കുമോ? വേണ്ട. നിങ്ങൾ ഒരാളെ 100 രൂപ പറ്റിച്ചാൽ നിങ്ങൾക്ക് എത്രമാത്രം ഉള്ളിൽ വിഷമം തോന്നും? നിങ്ങൾ പറ, ഇല്ലേ? അതെ. അപ്പം നിങ്ങളുടെ ജീവിത പങ്കാളിയെ വെച്ചിട്ട് നിങ്ങളെ പറ്റിച്ചാലോ? ഒരു സ്ത്രീ നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചു വന്നിട്ട് വേറൊരു ഹുക്കുണ്ടാക്കി നിങ്ങളതിൽ പെട്ടുപോയാലോ? കൊലപാതകമൊക്കെ വിട്ടോ, ഇതാ ജീവിയുടെ ജീവിക്കാനുള്ള മോഹത്തെ അവിടെ വെച്ച് ഹനിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ വേറെ വല്ല പണി വയ്ക്കുക, അതൊക്കെ ചെയ്തങ്ങ് ജീവിച്ചോ. ഇതിൻ്റെ അടിയിൽ കമൻറ്റ് എഴുതിയാൽ മതി. ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം മനുഷ്യനാകണം. മനുഷ്യനെന്ന് പറയുന്ന തലത്തിൽ നിന്ന് എത്തിയിട്ടില്ല. കാരണം ജീവികളെ കൊന്ന് തിന്ന് ജീവിക്കുന്നവൻ മനുഷ്യനല്ല. മനുഷ്യൻ എന്താണെന്ന് അറിയണമെന്ന് നമ്മുടെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ലക്ഷണം എന്താണ്? അത് വായിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ മനുഷ്യൻ പോലും ആയിട്ടില്ല. അപ്പം മനുഷ്യനാവണമെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ കണ്ടമാനം ഉയരണം. അപ്പം ഇവിടെ ഒരു ജീവിയെ ദൈവത്തിന് ബലി കഴിക്കുന്ന കാര്യമാണ് പറയണത്. ഇത് ഏത് ആര് പറഞ്ഞാലും ത്യാഗമാണ് പറഞ്ഞേക്കുന്നത് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ. ഏറ്റവും കൂടുതൽ മത്സ്യമാംസം കഴിക്കുന്നത് മുസ്ലിംസ് ആണല്ലോ. അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞേക്കുന്ന ബലി എന്താണ്? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിന് നീ എന്ന് ത്യാഗം ചെയ്യുന്നുവോ അന്ന് നീ എൻ്റെ കബറിടങ്ങളിൽ എത്തുന്ന പറഞ്ഞേക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാ? നിങ്ങൾ പറ. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? പൊതിന്? ആടിന്? അല്ല, നമുക്ക് നമ്മളെയാണ് ഇഷ്ടം. അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലെ മൃഗത്തെ ബലി ചെയ്യുക, നമ്മൾ നമ്മളെ ത്യാഗം ചെയ്യുക. ഇതാണ് അതിൻ്റെ ലക്ഷ്യമുള്ളൂ. ഇപ്പം നോമ്പ് സമയം നടക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യേണ്ട സമയമാണ്. എങ്ങനെ? ഉമിനീര് പോലും ഇറക്കാതെ ഒരുത്തൻ്റെ കഷ്ടപ്പാടും വിഷമവും ബുദ്ധിമുട്ടും എന്താണെന്ന് അവൻ ജീവിതത്തിൽ ഈ പറയുന്ന നോമ്പ് കാലത്ത് അനുഭവിക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുൻപായിട്ട്, അസ്തമിച്ച ശേഷമല്ല, എന്തെങ്കിലും ഒരല്പം കഴിച്ച് പട്ടിണി നിർത്തും. രാത്രി പിന്നെ ഭക്ഷണം വേണ്ട. കാരണം സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ അവൻ കരുകര പട്ടിണിയിൽ അവൻ വിഷമിച്ച് ത്യാഗത്തോടെ ജീവിക്കുകയാണ്. അവൻ ബ്രഹ്മപദത്തിലെത്തും അങ്ങനെ ജീവിച്ചാൽ. അങ്ങനെ ഈ പറയുന്ന എത്ര ദിവസം അവരുടെ നോമ്പുണ്ടോ അത്രയും ദിവസം ഈ സൈക്കിളിലൂടെ കടന്നു പോകുമ്പോൾ അവസാനം ആവുമ്പോഴേക്കും അസ്ഥി വ്യഞ്ജനം പോലെയാവും. ചിലപ്പോൾ അവൻ്റെ ഓവർ ഫാറ്റ് അവൻ്റെ ബോഡിയിൽ നിന്ന് പോവും. അവൻ്റെ ശരീരത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും നടക്കും. അവൻ്റെ ബോഡിയിൽ പല കെമിക്കൽസും പുതിയത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അവൻ ഹെൽത്തി ആവും. ഒപ്പം അവൻ്റെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. നിങ്ങൾ 2 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് നോക്ക്. യു വിൽ ബിക്കം മോർ എനർജറ്റിക് ആൻഡ് പവർഫുൾ പേഴ്സൺ. നിങ്ങളുടെ കൂടെ മറ്റാരോ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. ഇന്ന് ഇവിടെ നിന്ന് നോമ്പൊന്നും നടക്കണില്ല. നിങ്ങൾ ഒരു 4 മണി കഴിയുമ്പോൾ ഇതിലങ്ങോട്ട് യാത്ര ചെയ്തു നോക്കും. ഭക്ഷ്യമേള, തീറ്റ മത്സരമാണ് നടക്കണത്. പിന്നെ രാത്രി ഇരുന്ന് ഇങ്ങനെ തീറ്റയോട് തീറ്റ, എന്നിട്ട് പകൽ മുഴുവൻ കിടന്നുറങ്ങും. ഇതെന്തൊട്ട് ത്യാഗം? ത്യാഗം ഇതല്ല. ത്യാഗം എന്ന് പറഞ്ഞ് ഞാൻ ഈ പറയുന്ന വഴിയിലൂടെ വരണം, ധ്യാന മാർഗത്തിൽ വരണം. അപ്പം നമുക്ക് ത്യാഗം എന്താണെന്ന് മനസ്സിലാവും. ആരെങ്കിലും വന്ന് ഇരുന്ന് നോക്ക്. ഒരു 2 ദിവസം ഭക്ഷണം കഴിക്കാതെ ഒന്ന് ഇരിക്കുക. ആദ്യത്തെ ഒരു ദിവസം പോലും നിങ്ങൾ വേദന അറിയില്ല. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഇരുന്നാൽ. കാരണം എങ്ങനെ വിശപ്പിനെ മാറ്റാം എന്നുള്ളതിൻ്റെ ലോക്കം എനിക്കറിയാം. അങ്ങനെയെങ്കിൽ ഇരുന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് വിശക്കില്ല. പിന്നെ നിങ്ങളുടെ പ്രാണനെ എങ്ങനെ നിയന്ത്രിക്കണം അതും എനിക്കറിയാം. നിങ്ങളും അതുപോലെ ഇരുന്നാൽ മതി. അപ്പം നിങ്ങളുടെ പ്രാണൻ തന്നെ നിയന്ത്രിച്ചോളൂ. സോ നിങ്ങളുടെ ഉള്ളിൽ ഏത് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവുന്നത്, ആ വിശപ്പ് നിങ്ങൾക്ക് ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാണ്ടാവും. കാരണം നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ആ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് സ്റ്റൂള് വെളിയിലേക്ക് വരണത്, അല്ലേ?
നമ്മൾ നടക്കുമ്പോൾ ആർക്കെങ്കിലും നടന്നുകൊണ്ട് അപ്പിടാറുണ്ടോ? വല്ല വയറിളക്കമൊക്കെ സംഭവിച്ചോണ്ടോ? അപ്പോൾ എന്താ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താലേ ആ പ്രാണഗതിയിൽ മാറ്റം വന്ന് നമ്മളുടെ മോഷൻ വെളിയിലേക്ക് വരുള്ളൂ. മൂത്രം ഒഴിക്കാനും മോഷൻ കളയാനും ഒരാൾ പോയി രണ്ടിനും രണ്ട് ടൈമിലാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാണന്റെ നിയന്ത്രണം ആ രീതിയിലാണ് നടക്കുന്നത്. ഭോഗത്തിൻ്റെ ഇടയ്ക്ക് ടോയ്ലറ്റിൽ ആരും പോവില്ല, അതിൻ്റെ ഇടയിൽ മൂത്രം ഒഴിക്കാനും പറ്റില്ല. ഇതിൻ്റെയൊക്കെ പ്രാണഗതിയിൽ നിയന്ത്രണം ഉണ്ട്, ഓരോ സ്വിച്ചുകൾ ഓരോന്നിനുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാക്കുകൾ പറയുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മളൊരു പ്രത്യേക രീതിയിൽ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പില്ല. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ സയൻസ് എന്താണെന്ന് തിരിച്ചറിയണം. ഇതില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മോഡേൺ സയൻസ് ഒന്നും ഇതിൻ്റെ പിന്നാലെ എത്തില്ല. എത്ര വർഷം കഷ്ടപ്പെട്ടാലും. ഇപ്പോൾ എലൻ മസ്ക് കാശുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ സ്പേസ് എക്സ് ഉണ്ടാക്കി ഇവിടെ ചന്ദ്രനിൽ ആളെ വിട്ട് കൊണ്ടുവന്നത്. 5 പൈസ ഇല്ലാത്ത പാവപ്പെട്ട ആൾക്കാരും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ചന്ദ്രനിൽ പോയിട്ടുണ്ട്. ഇവർ കാണിക്കുന്നേക്കാൾ ഭംഗിയായിട്ട് അവർ പോയി നല്ല നടന്ന് അതിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ട് അനുഭവിച്ച് വെച്ചാൽ തിരിച്ചു വരണം. ഈ കേൾക്കുന്നവർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് കാണുക ചെയ്യേണ്ടത് അല്ലേ? അവിടെ നിന്നുകൊണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, ഇത് കേൾക്കുന്ന ആളുകൾ പറയും തെളിവ് എവിടെ, ഇതൊക്കെ തോന്നലുകളാണ് എന്ന് പറയും. പക്ഷെ അങ്ങ് അവരെ ക്ഷണിക്കുന്നുണ്ട്, നിങ്ങൾ വരൂ അനുഭവിക്കൂ എന്ന് പറയുമ്പോൾ അതിന് തയ്യാറല്ല. അത് പറ്റില്ല. ഇത്തിരി കഷ്ടപ്പാടില്ലേ? ഒരു കഷ്ടപ്പെടാണ്ട് ഇത്രയും ഈസി ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് അവിടെ ഉണ്ടല്ലോ. എനിക്കതിനൊന്നും പറ്റില്ല. കുറ്റം പറയാൻ എളുപ്പമാണ്. അതിങ്ങനെ കാലാകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കും, അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ മറ്റ് ജീവികളെ കൊല്ലുമ്പോൾ നമുക്ക് പുണ്യം കിട്ടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടനാണ്. ഇതേ എനിക്ക് പറയാനുള്ളൂ.